കേരളത്തിൽ എൻ.ഡി.എക്ക് 2 സീറ്റ്, തൃശൂരും തിരുവനന്തപുരവും. വോട്ടെണ്ണലിനിടെ ജനാധിപത്യ വിശ്വാസികളുടെ നെഞ്ചടിപ്പിക്കുന്ന ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു ഇത്. തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പുരോഗമിക്കവേ കേന്ദ്രം നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെന്ന് ബി.ജെ.പിക്കാർ പറയുന്ന കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ലീഡ് നേടി മുന്നേറുന്ന കാഴ്ച കണ്ട് കേരളം ഞെട്ടി. തൃശൂരിനൊപ്പം തിരുവനന്തപുരവും കൈവിട്ടു പോകുമോ എന്ന് യു.ഡി.എഫ് ക്യാമ്പിൽ ആശങ്ക വരുന്നു. 6ാം റൌണ്ട് വോട്ടെണ്ണുമ്പോൾ രാജീവിന് 5700ഓളം വോട്ടിന്റെ ലീഡുണ്ടായിരുന്നു. ക്രമേണ ലീഡ് ഉയർന്ന് ഒരു ഘട്ടത്തിൽ 24,000 വരെ എത്തി. കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് കോൺഗ്രസ് ക്യാമ്പ് കരുതി. ഇതിനിടയിൽ ഒരു റൌണ്ടിൽ പോലും മുന്നിലെത്താനോ രണ്ടാമതെത്താനോ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് കഴിഞ്ഞില്ല. എന്നാൽ തീരദേശ വോട്ടുകൾ എണ്ണിയതോടെ തരൂർ വീണ്ടും ലീഡ് ഉയർത്തുകയായിരുന്നു. 2014-ൽ ബി.ജെ.പിയുടെ ഒ രാജഗോപാലിനെ തറപറ്റിച്ച അതേ മോഡസ് ഓപ്പറാണ്ടിയാണ് 2024-ലും നടന്നത്. നഗരമണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് പ്രതീക്ഷിച്ച ലീഡ് നേടാനായില്ല. തിരുവനന്തപുരം സെൻട്രലിൽ തരൂരിന് 5000-ലധികം വോട്ടിന്റെ ലീഡാണ് ലഭിച്ചത്. അതേസമയം നേമത്ത് ബി.ജെ.പിക്ക് 22,000 വോട്ടിന്റെ ലീഡ് ലഭിച്ചു. നേമത്ത് തരൂർ രണ്ടാമതാണ്. കഴക്കൂട്ടത്ത് ബി.ജെ.പിക്ക് 4000-ൽ പരം വോട്ടിന്റെ ലീഡും വട്ടിയൂർക്കാവിൽ 7000 വോട്ടിന്റെ ലീഡും ലഭിച്ചു. പാറശാല തരൂരിന് 12,372 ലീഡ് നേടാനായി. ക്ലൈമാക്സിൽ 15,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തരൂർ 4ാം തവണയും തിരുവനന്തപുരത്തിന്റെ സ്വന്തം എം.പി ആയി. മണ്ഡലത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരാൾ തുടർച്ചയായി 4ാം തവണയും ലോക്സഭയിലേക്ക് വിജയിച്ച് കയറുന്നത്. വിശ്വപൗരനായ തരൂരിന് ഭൂരിപക്ഷം നന്നേ കുറവാണെങ്കിലും ഇഞ്ചോടിഞ്ച് പോരാടി നേടിയ ഈ വിജയത്തിന് ഇരട്ടി മധുരമാണ്.